വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ മഹേന്ദ്രനെ വിഷ്ണു ആ വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രനും കലി കയറുകയാണ്. മഹേന്ദ്രൻ പറയുന്നുണ്ട്, നീ ചാവേറാണിടാ, ചാവാൻ വന്നവൻ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് അകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. എങ്കിൽ കൊല്ലട എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു മഹേന്ദ്രനെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. പക്ഷേ അത് കൈ ചുറ്റി ഇടിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ പക്ഷേ അത് വന്ന് തടുക്കുന്നത് ശിവനാണ് തടുക്കുന്നത്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കിയാണ് ശിവനെ. പിന്നീട് അവർ തങ്ങളിലൊരു ഫൈറ്റ് എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുകയാണ്. ഒരാൾ അടിക്കാൻ നോക്കുമ്പോൾ മറ്റേയാൾ തടയുന്നുണ്ട്. ശിവൻ അടിക്കാൻ നോക്കുമ്പോൾ വിഷ്ണു തടയുന്നു, വിഷ്ണു അടിക്കാൻ നോക്കുമ്പോൾ ശിവനും തടയുകയാണ്. അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് മഹേന്ദ്രൻ്റെ ഭാര്യ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം യുദ്ധം ചേകവന്മാർ തമ്മിലാകുമ്പോൾ ഏതെങ്കിലും ഒരു ചേകവർ വീഴണം, അതാണ് യുദ്ധതന്ത്രം എന്നിങ്ങനെ മഹേന്ദ്രൻ നിർമ്മലയോട് പറയുകയാണ്. അന്നേരം വീഴുന്നത് സ്വന്തം മകനാണെങ്കിലോ എന്നിങ്ങനെ ഇവരുടെ ഈ ഫൈറ്റ് കണ്ടിട്ട് നിർമ്മല ചോദിക്കുന്നുണ്ട്. എങ്കിൽ അതവൻ്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കും ഞാൻ എന്നിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് മഹേന്ദ്രൻ. പക്ഷെ നിർമ്മല ഇങ്ങനെ ആകെ പേടിയോടെ നിൽക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ വിഷ്ണുവിനെ രണ്ടുപേരും തന്നെ അടിക്കാനായിട്ട് വരുമ്പോൾ പിന്നെ വിഷ്ണുവിൻ്റെ നെഞ്ചത്തിങ്ങനെ ശിവൻ കൈവച്ച് തള്ളി മാറ്റുന്നുണ്ട്. ശിവൻ ആണെങ്കിൽ ശിവൻ്റെ നെഞ്ചത്ത് കൈവച്ച് വിഷ്ണുവും തള്ളി മാറ്റുകയാണ്. രണ്ടുപേർക്കും പരസ്പരം അടി. ഒരാളും വിഷ്ണു ശിവനും കൊടുക്കുന്നില്ല, ശിവൻ വിഷ്ണുവിനും കൊടുക്കുന്നില്ല. രണ്ടുപേരും തടയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരു സീനാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ആകാംക്ഷയോടെ സന്തോഷത്തോടെയൊക്കെ മഹേന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവർ തങ്ങളിലൊരു ഫൈറ്റ് പക്ഷേ ആർക്കും കിട്ടില്ല എന്ന് തോന്നുന്നു അടിയൊന്നും. അപ്പോൾ അതൊരു ആരെങ്കിലും പിടിച്ചു മാറ്റുമായിരിക്കും. തുടർന്ന് എന്തെങ്കിലും സംസാരമൊക്കെ നടന്നതിന് ശേഷം പിരിഞ്ഞു പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണുവിനും ശിവനെ മനസ്സിലാവും, ശിവനും വിഷ്ണുവിനെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ആരും ജയിക്കില്ല എന്നുള്ളത് അവർക്ക് അവിടെ മനസ്സിലാവുമായിരിക്കും. പക്ഷേ ഇനി ശിവൻ്റെ ആ ഒരു നിരപരാധിത്വം വിഷ്ണുവിനെയും ശാലിനിയെയും ഒക്കെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ്. ആൻ്റണി പിടിക്കപ്പെട്ടാൽ മാത്രമല്ലേ അവിടെ ശിവനല്ല ചെയ്തത്, അല്ലെങ്കിൽ ശിവൻ്റെ ആൾക്കാരല്ല ചെയ്തത് ശിവനല്ല ചെയ്തത്, അത് ശിവനെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ശിവൻ്റെ ആൾക്കാരല്ല ചെയ്തത് എന്ന് പറയാനായിട്ട് ഇനി എന്തെങ്കിലും തെളിവ് മിക്കവാറും ശിവൻ കണ്ടെത്തുമായിരിക്കും. അതിന് വിഷ്ണുവിൻ്റെ സഹായത്തോടെയാണോ ഇനി വിഷ്ണുവും ശിവനും കൂടി ഒന്നിക്കുമോ എന്നുള്ളതായിരിക്കും. മിക്കവാറും ഇവർ തങ്ങളിൽ കൂട്ടാവാനാണ് സാധ്യത. എന്താണെന്നുള്ളത് ബാക്കി എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.